നമ്മൾ ഈ ബാഴ്സയെക്കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും റയലിനെ കുറിച്ച് പറയാതിരിക്കാനാവില്ല. അവർ പക്ഷേ അവരുടെ തന്നെ ഏറ്റവും മോശം സീസണുകളിലൊന്നാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ ഇങ്ങനത്തെ ഒരു സീസൺ തീരുമ്പോൾ റയൽ വലിയ മാറ്റങ്ങൾ നടക്കുന്ന കാലമാണ്. ഇപ്പോൾ 2008 ഗാഡിയോള ട്രിപ്പിൾ അടിച്ചതിന് ശേഷമാണ് റയൽ ഒരുപാട് സൈനികങ്ങൾ നടത്തുന്നത്. പുതിയ കോച്ചിനെ മൗറിഞ്ഞോ അടക്കമുള്ളവരെ കൊണ്ടുവരുന്നത് അതിന് ശേഷമാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതുപോലെ എന്തായിരിക്കും ഇനി റയൽ ആഞ്ചലോട്ടിയെ മാറ്റി സാബി വരുന്നതെന്നൊക്കെ കേൾക്കുന്നത്? എന്താണ് സാറിൻ്റെ ഒരു പ്രവചനം? അലോൺസോ വരുന്നതന്നെയാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. പക്ഷേ അലോൺസോ ആണോ ഈ ടീമിന് ശരിക്കുള്ളൊരു ഫിറ്റ് എന്ന് എനിക്കറിയില്ല. എന്നുവെച്ചാൽ അലോൺസോ കളിക്കുന്ന ശൈലി ഇപ്പോൾ എത്രത്തോളം ആൾക്കാർ ബുണ്ടസ് ലീഗ് കളി കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ലെവർക്യൂസൻ്റെ സ്റ്റൈൽ ഇപ്പോഴത്തെ ഈ ഗ്രൂപ്പ് റയൽ കളിക്കാരെ വെച്ച് കളിക്കുന്ന ഒരു ശൈലി അല്ല. അങ്ങനെ പറയാൻ അത് കുറേ കൂടി ഒരു പേഷ്യൻ്റ് ഒരു ഏകദേശം ഒരു ഗാർഡിയോളയുടെ ടാക്ടിക്സ് എന്ന് പറയില്ല, പക്ഷെ ഒരു സ്ലോ ബിൽഡപ്പ് ഇതൊക്കെ ആയിട്ടുള്ളൊരു സ്റ്റൈലാണ് പൊതുവെ അവരുടെ. പിന്നെ ഈ റയൽ ടീമിൽ എത്ര തന്നെ പേര് ഡിഫെൻഡ് ചെയ്യും. ഇപ്പോൾ എംബാപ്പയും ഇവരൊക്കെ, നമ്മൾ നേരത്തെ PSG കാര്യം പറഞ്ഞു, ക്വാററ്റ്സ്കേലിയൊക്കെ ലെഫ്റ്റ് ബാക്ക് കളിക്കാൻ തയ്യാറായിരുന്നു കളി ജയിക്കാൻ വേണ്ടി. അപ്പോൾ അതുപോലെ പ്രയത്നിക്കാൻ കഴിവുള്ള എത്ര കളിക്കാർ ഈ റയൽ സ്ക്വാഡിലുണ്ട്? അത് ആദ്യത്തെ ചോദ്യം. പിന്നെ ഈ കളിക്കാർക്ക് ഏറ്റവും പറ്റിയ സ്റ്റൈൽ എന്താ, അതനുസരിച്ച് കളിക്കുന്ന ഒരു കോച്ച് വേണം. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ അവർ നോക്കേണ്ട ഒരാൾ ഇറയോളയാണ്. ബോൺമത്തിന് ഇത്രയും ഏറ്റവും നല്ലൊരു സീസൺ അവരുടെ ചരിത്രത്തിൽ. സ്പാനിഷ് ഫുട്ബോൾ അറിയണ ആളാണ്. പിന്നെ വളരെ അറ്റാക്കിംഗ് ആയിട്ടുള്ള ഫുട്ബോൾ കളിക്കുന്ന ഒരു മനുഷ്യനാണ്. എനിക്ക് തോന്നുന്നു അലോൺസോൻ്റെ സ്റ്റൈൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇറയോള ആയിരിക്കും കുറച്ചും കൂടി റയലിൻ്റെ ഒരു കൾച്ചറുമായിട്ട് പോകാൻ സാധിക്കും ഇറിയോ? അത് വലിയൊരു ചോദ്യം. എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ ഒരിക്കൽ പറഞ്ഞ പോലെ ആകെ ഒരു യൂറോപ്പിലുള്ളൊരു ക്ലബ്ബ് ഈ പ്രസിഡന്റിന് ഏറ്റവും പവർ കൊടുത്തിട്ടുള്ളത് റയലാണ്. ബാക്കി എല്ലാവരുടെയും കോച്ചിൻ്റെ അടുത്താണ് പവർ സാധാരണ. ഇവിടെ പെരസാണ് അവസാനത്തെ തീരുമാനം എടുക്കാൻ പോകുന്നത്. അപ്പം അവരുടെ കൂടെ പോണ ഒരാളായിരിക്കണം. അത് പല കോച്ചസിനും പറ്റില്ല. ഇപ്പോൾ ഒരു ഗാർഡിയോളയ്ക്കൊന്നും അങ്ങനത്തെ ഒരു സിസ്റ്റത്തിൽ പണിയെടുക്കാൻ പറ്റില്ല. അതുപോലെയുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി റയൽ വിടുന്ന നേരെ ഉറപ്പായി. ഈ ആഞ്ചലോട്ടിയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ബ്രസീൽ താരങ്ങളെ ഏറ്റവും നന്നായിട്ട് പരിശീലിപ്പിച്ചുള്ള ഒരാളാണ്. ഇപ്പോൾ AC മിലാനിലാണെങ്കിൽ കക്ക, റൊണാൾഡീഞ്ഞോ, അങ്ങനെ ഒരുപാട് താരങ്ങൾ, ഇപ്പോൾ കഫു, അങ്ങനെ നീണ്ട നിര തന്നെ ബ്രസീൽ താരങ്ങളുണ്ട്. പിന്നെ റയൽ മാഡ്രിഡിലാണെങ്കിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ബ്രസീൽ താരങ്ങളെ പരിശീലിപ്പിച്ച പരിചയം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അദ്ദേഹം കോച്ചായി പോകുന്നതെന്നൊക്കെ കേട്ടിരുന്നു. പക്ഷേ അതിനിടയിൽ ഇപ്പോൾ കോൺട്രാക്ട് സംബന്ധമായ പ്രശ്നങ്ങളുണ്ടെന്ന് കേൾക്കുന്നു. അതെനിക്ക് തോന്നുന്നു അവർ എങ്ങനെയെങ്കിലും അത് ബ്രസീൽ ഫെഡറേഷന് ആവശ്യമാണ് ഇപ്പോൾ അങ്ങനത്തെ ഒരു കോച്ച് വേണമെന്ന്. എന്നുവെച്ചാൽ ഇതിപ്പോൾ ബ്രസീലിയൻ ഫുട്ബോൾ കളിക്കാരുടെ പ്രശ്നമല്ല, ഒരിക്കലും കളിക്കാർ, അതിപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് പറഞ്ഞ പോലെ അത്രയും ഡെപ്ത് ഉണ്ട് ബ്രസീലിയൻ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ. അവരുടെ അടുത്ത് എല്ലാ കാലത്തും കളിക്കാരുണ്ടാവും. ഈ കളിക്കാരെ കൊണ്ട് ഒരു ടീമായി കളിപ്പിക്കാനാണ് ഇപ്പോൾ പല ഡോർവാൽ ജൂനിയർ ആയാലും പല കോച്ചസിനും പ്രശ്നം അതിലാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആൻസലോട്ടിയെ പോലെ ഒരു കോച്ച് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ കൊണ്ട് കളിപ്പിക്കാൻ പറ്റും. പക്ഷേ അവർക്ക് പൊതുവെ ഒരു യൂറോപ്യൻ കോച്ചസിനോട് ഒരു വിമുഖതയില്ലേ? അപ്പോൾ അവരുടെ താരങ്ങളെ പോലും ഇപ്പോൾ യൂറോപ്യൻ ലീഗിലേക്ക് പോകുന്നവരെ കളിപ്പിക്കേണ്ടതെന്ന് അവരുടെ പ്രസിഡന്റ് അടക്കം ഡിസൈൽ അടക്കമൊക്കെ പറയുകയുണ്ടായിരുന്നു. അത് പക്ഷേ കളി ജയിക്കണം എന്നുള്ളൊരു ആഗ്രഹം വരുമ്പോൾ അതൊക്കെ സൈഡിലേക്ക് മാറ്റും ആൾക്കാർ. ഇപ്പോൾ മറ്റേ ഫ്ലെമിംഗോൻ്റെ കോപ്പ ലിബർട്ടഡോറസ് ജയിച്ചപ്പോൾ ഹോർഹെ ജീസസ് പോർച്ചുഗീസാണ്, ബ്രസീലിയൻ അല്ല. അപ്പോൾ ഇപ്പോൾ ബ്രസീലിയൻ ലീഗിൽ പല കോച്ചസും ഇപ്പോൾ പോർച്ചുഗലിൽ നിന്നൊക്കെ വന്നിട്ടുള്ളവരാണ്. അതുപോലെ നമ്മൾ ഈ ആഞ്ചലോട്ടിയുടെ കരാറുമായി ബന്ധപ്പെട്ട് എന്തോ വ്യക്തതകളുണ്ടോ ബ്രസീലിയൻ ഫുട്ബോൾ ഫെഡറേഷനുമായി ബന്ധപ്പെട്ട്? അല്ല, അതിപ്പോൾ എല്ലാവരും ആദ്യം ഒരു ഡിസ്കഷൻ തുടങ്ങുമ്പോൾ കരാറിൽ എപ്പോഴും പ്രശ്നങ്ങളുണ്ടാവും. മറ്റേ ബോണസ് എത്ര വേണം, എത്ര ദിവസം ലീവ് വേണം, അതൊക്കെ പറഞ്ഞ് പിന്നെ പല കോച്ചസും എനിക്ക് കളിക്കാരെ ഇത്ര ദിവസം ക്യാമ്പിന് കിട്ടണം എന്നൊക്കെ ചോദിക്കും. അങ്ങനെ അതൊക്കെ പക്ഷേ അവർ ഇപ്പോൾ ഈ സീസൺ കഴിയുമ്പോൾ അവർ എഴുതി ശരിയാക്കുന്ന എനിക്ക് തോന്നുന്നു. നമ്മളിതിൽ റയലിലേക്ക് വന്നു കഴിഞ്ഞാൽ റയലിൻ്റെ ഒരു ട്രാൻസ്ഫർ ടാർഗറ്റുകൾ ആയിരിക്കും. ഇപ്പോൾ അലക്സാണ്ടർ ആർണോൾഡ് ഉറപ്പായി, വേറെ ഒരുപാട് പേര് കേൾക്കുന്നുള്ളൂ. മക്കാലിസ്റ്റർ മുതൽ അങ്ങോട്ട് നീണ്ട നേരം സലീബ്, അങ്ങനെ നീണ്ട നേരം കേൾക്കുന്നുണ്ട്. എന്തായിരിക്കും അവരുടെ ഒരു ട്രാൻസ്ഫർ ടാർഗറ്റ്? അല്ല, മിഡ്ഫീൽഡിൽ മാറ്റങ്ങൾ എന്തായാലും വേണ്ടി വരും. മിഡ്ഫീൽഡും ഡിഫൻസിലിപ്പോൾ ഒരു റൈറ്റ് ബാക്ക്, അതും അലക്സാണ്ടർ ആർണോൾഡ് ശരിക്കും ഒരു പ്യുവർ ഡിഫൻഡർ ആയിട്ടല്ല അവർ എടുത്തിട്ടുള്ളത്. അത് കുറേ കൂടി ഒരു പ്ലേ മേക്കിംഗ് ഇതിനും കൂടി വേണ്ടിയിട്ടാണ് സൈൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സെൻറ്റർ ബാക്കിൽ സൈനിങ് വേണം, ലെഫ്റ്റ് ബാക്ക് വേണ്ടി വരും, മിഡ്ഫീൽഡിലൊരു 2 പുതിയ ആൾക്കാരെങ്കിലും വേണ്ടി വരും. പിന്നെ ഇതിൽ അവർക്ക് വേണ്ട കളിക്കാരെ എത്രത്തോളം കിട്ടും? ഇപ്പോൾ മെക്കാലിസ്റ്റർ ഒന്നും എനിക്ക് തോന്നുന്നില്ല ലിവർപൂൾ സംസാരിക്കാൻ തന്നെ അനുവദിക്കുന്നു.